അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 35. അഗ്നിയും ജ്വാലയും തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മുതൽ എല്ലാവരുടെയും നോട്ടം ജ്വാലയുടെ നെറുകയിലെ സിന്ദൂര ചുവപ്പിലായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം മാത്രം കണ്ട അവളുടെ സീമന്തരേഖയിലെ ചുവപ്പ് ഇന്ന് വീണ്ടും കാണവേ ചിത്രയുടെ മനസ്സ് നിറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് മുത്തശ്ശിമാര് വന്ന് അവര് പോകുന്ന കാര്യം ജ്വാലയോട് പറഞ്ഞത്. കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും ഇടയ്ക്ക് വരാമെന്ന് അവർ അവൾക്ക് വാക്കുകൊടുത്തു. അഗ്നിയും ജ്വാലയും അവർ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അഗ്നി പുഞ്ചിരിയോടെ തലകുലുക്കി. ജ്വാല ചിത്രയോടും അപ്പുവിനോടും മോഹനോടും ചിരിയോടെ സംസാരിക്കുകയാണ്. അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ അവളുടെ പൊന്നുവായിരുന്നു. അഗ്നി അടുത്തായി ഇരിക്കുന്നത് അവളിൽ വെപ്രാളം ഉണ്ടാക്കിയില്ല. അവളുടെ കൈയിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവന്റെ കൈകൾ അവളിൽ വിറയലുണ്ടാക്കിയില്ല. ഈ 2 ദിവസം കൊണ്ട് ജ്വാല അത് ശീലിച്ചിരുന്നു. പക്ഷെ എല്ലാവരോടും കുറുമ്പോടെ സംസാരിക്കുന്നവൾ തന്നോട് മാത്രം കാണിക്കുന്ന അകൽച്ചയിൽ അവന് വേദന തോന്നി. പക്ഷെ അപ്പോഴും എന്നെങ്കിലും അവൾ തന്നെ മനസ്സിലാക്കുമെന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞതും അഗ്നി ഓഫീസിലേക്ക് പോവാൻ റെഡിയാവാനായി അവരുടെ റൂമിലേക്ക് നടന്നു. ജ്വാല ആ സമയം ചിത്തിരയോട് സംസാരത്തിലാണ്. കുഞ്ഞ, പെട്ടെന്ന് അഗ്നി അവളെ വിളിച്ചു. അവന്റെ വിളിയിൽ അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്ന് വന്നേ, അവൻ അവളോട് ഗൗരവത്തോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. ജ്വാല അവൻ പോയ വഴിയെ സംശയത്തോടെ നോക്കിയിരുന്നു. അതെ, നീ പോകുന്നില്ലേടി ഏട്ടത്തി? ദേ നിന്റെ അദ്ദേഹം വിളിക്കുന്നു. ഓഫീസിൽ പോവാൻ റെഡിയായി ഇറങ്ങി വന്നുകൊണ്ട് അപ്പു അവളോട് കുറുമ്പോടെ ചോദിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അപ്പു വിളിച്ചു കൊടുത്തു. ജ്വാല മുഖം വീർപ്പിച്ചു. ചിത്ര ചിരിയോടെ അവളെ നോക്കി. ചെല്ലുമോളെ, കണ്ണൻ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വിളിക്കുന്നേ, ചെല്ല്. ചിത്ര പറഞ്ഞു. വെറുതെ വിളിക്കാമ്മേ, എന്നെ വെറുതെ ഉമ്മ വെക്കാൻ വിളിക്ക്. അത്രയും പറഞ്ഞപ്പോഴേക്കും ജ്വാല പെട്ടെന്ന് അവളുടെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ചിത്രയെ മിഴിച്ചു നോക്കി. ചിത്ര പൊട്ടി വന്ന ചിരി ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അവൾ അപ്പൂനെ ഒന്ന് പാളി നോക്കി. അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട്. ജ്വാല വായിൽ നിന്നും കൈയെടുത്ത് അവരെ നോക്കി വല്ലായ്മയോടെ ചിരിച്ചു. ആവേശത്തിൽ അവൻ ഉമ്മ വെക്കാനാണ് വിളിക്കുന്നതെന്ന് പറയാൻ ഒരുങ്ങിയപ്പോഴാണ് കുട്ടിക്ക് അത് പറഞ്ഞ അഗ്നി തന്നെ ശിക്ഷിക്കാൻ പോകുന്ന കാര്യം ഓർമ്മ വന്നത്. അവൾ അവരെ നോക്കിയൊന്ന് ഇളിച്ചു കൊടുത്തു. ഞാൻ പോയി ആരവേട്ടൻ്റെ ഏട്ടനെ നോക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് മുകളിലേക്ക് പാഞ്ഞു. ഏട്ടത്തി, ഞാൻ ഏട്ടനോട് പറയണോ നിന്നെ എപ്പോഴെപ്പോഴും ഉമ്മ വെക്കണ്ടെന്ന്? അപ്പു അവൾ മുകളിലേക്ക് പായുന്നത് കണ്ട് കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവിടെ നിന്നുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടു തന്നെ നോക്കി ചിരിയൊതുക്കുന്ന അപ്പുവിനെയും ചിത്തിരയും. അവൾ അവരെ നോക്കി ചമ്മലോടെ ചിരിച്ചുകൊണ്ട് ധാവണി പൊക്കിപ്പിടിച്ച് മുകളിലേക്ക് ഓടിക്കയറി. അത് കണ്ട് അപ്പുവും ചിത്തിരയും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. എന്താ, എന്തിനാ എന്നെ വിളിച്ചേ? ജ്വാല മിററിന് മുന്നിൽ നിന്നുകൊണ്ട് മുടിയൊതുക്കുന്ന അഗ്നിക്ക് പുറകിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ കുഞ്ഞാ, നീ എന്തിനെങ്ങനെ കിതയ്ക്കുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഓടിയിട്ട്. അവള് പറഞ്ഞു. ഓടിയിട്ടോ? അവൻ നെറ്റി ചുളിച്ചു. അവൾ അവനെ നോക്കി ചുണ്ടു ചുളുക്കി. എന്താ പെണ്ണെ? അവളുടെ മുഖം കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു. അതുണ്ടല്ലോ, ആരവേട്ടൻ്റെ ഏട്ടൻ എന്നെ വഴക്ക് പറയരുത് കേട്ടോ. പിന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് എന്നെ ഉമ്മ വയ്ക്കും ചെയ്യരുത്. അവൾ വിറച്ച് വിറച്ചാണ് അത് പറഞ്ഞത്. അഗ്നിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവളുടെ വിറയലോടെയുള്ള സംസാരം കേട്ട് അവന് ചിരി വന്നു. അതെന്താപ്പ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിസ് ചെയ്യാനും വേണ്ടി നീ എന്താടി ഒപ്പിച്ചേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഞാനൊന്നും ഒപ്പിച്ചില്ല. അതുണ്ടല്ലോ, ആരവേട്ടൻ്റെ ഏട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾ എന്തേലും കാര്യത്തിന് വിളിക്കായിരിക്കുന്നു. അവള് മുഖത്തെ വിയർപ്പൊപ്പി. എന്നിട്ട്? അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. അതുണ്ടല്ലോ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ, സത്യമായിട്ടും. അവൾ ഉമിനീരിറക്കി. എന്താ കുഞ്ഞാ, നീ കാര്യം പറ, അല്ലാതെ എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അവളോട് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അത് ഞാനപ്പോ അമ്മയോട് പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല, പറയാൻ തുടങ്ങിയുള്ളൂ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്ത്? അവന്റെ കണ്ണു കുറുകി. അത് ഞാൻ അമ്മയോട് പറഞ്ഞു, ആരവേട്ടൻ്റെ ഏട്ടനെ വെറുതെ ഉമ്മ വെക്കാൻ വിളിക്കാന്ന്. മുഴുവൻ പറഞ്ഞില്ല. അതുകൊണ്ട് എന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഉമ്മ വെക്കല്ലേ കേട്ടോ, അവരെന്നെ കളിയാക്കും. അവളുടെ തല താണു. അഗ്നിക്ക് അവളുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട് ചിരിയാണ് വന്നത്. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി. ജ്വാല അവനെ വെപ്രാളത്തോടെ നോക്കി. അവന്റെ കണ്ണിൽ കുസൃതി. എന്താ? അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്കിടെ നടക്കുന്ന കാര്യങ്ങള് ആരോടും പറയരുതെന്ന്. അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ മൂളി. അപ്പോ ഞാൻ പറഞ്ഞിട്ടും നീ അത് കേട്ടില്ല.
അപ്പൊ അതിന് നിനക്ക് ശിക്ഷ തരേണ്ടതല്ലേ? അവൻ അവളിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ആർദ്രമായി ചോദിച്ചു. അവള് പെട്ടെന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ചു. അഗ്നി ഞെട്ടി. വേണ്ടെന്നേ, സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എന്നെ ഉമ്മ വെക്കണ്ട. ഇനി ഇങ്ങനെ പോലും പറയില്ല, സത്യം. അവള് വിറയലോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചു. ജ്വാല പിടഞ്ഞുകൊണ്ട് അവന്റെ വായിൽ നിന്നും കൈയെടുത്തു. അവന്റെ ചുണ്ടിൽ കള്ളച്ചിരി. അവൾ അവനെ പതർച്ചയോടെ നോക്കി. ഇപ്പൊ ഇത് മതി, ഇനി നീ അതിന് നിന്ന് വരയ്ക്കണ്ട. അവൻ ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. അവള് സന്തോഷത്തോടെ തലകുലുക്കി. അല്ലെങ്കിൽ ഇപ്പൊ പിടിച്ചുമ്മ വെച്ചേനെയല്ലോ. അവളുടെ സന്തോഷം കണ്ട് അഗ്നിയുടെ മുഖം വീർത്തുപോയി. എന്താ? അത് കണ്ട് അവള് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള നിന്റെ മുഖഭാവം കണ്ട് ഞാൻ നിന്നെ ഉമ്മ വെച്ച് പീഡിപ്പിക്കുന്ന പോലെ ആണല്ലോടി പൂച്ചക്കുട്ടി. അവൻ ചോദിച്ചതിന് അവള് മറുപടി പറയാതെ അവനിൽ നിന്നും മുഖം തിരിച്ചു. എന്തിനാ വിളിച്ച്? പറയട്ടെ? അവൻ ചോദിച്ചു. അവൾ അവനെ നോക്കി തല ഉലുക്കി. അവൻ അവളിൽ നിന്നും അകന്നു നിന്ന് അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി. ഒരു പച്ച നിറത്തിലുള്ള ധാവണിയാണ് അവളുടെ വേഷം. അവന്റെ നോട്ടം കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്തിനാ എങ്ങനെ നോക്കണേ? അവൾ ചോദിച്ചു. ഒപ്പം സ്വയം ഒന്ന് നോക്കുക കൂടി ചെയ്തു. അതിന് മറുപടി പറയാതെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ കൈയും പിടിച്ച് വാർഡ്രോബിന്റെ മുന്നിൽ പോയി നിന്നു. ജ്വാല സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വാർഡ്രോബ് തുറന്ന് അവളെ അവന് മുന്നിലേക്ക് നിർത്തി. ജ്വാല അങ്ങനെ തന്നെ നിന്ന് അവനെ തിരിഞ്ഞു നോക്കി. എൻ്റെ കുഞ്ഞിന് ധാവണിയൊക്കെ നല്ല ചേർച്ചയുണ്ട്, നല്ല സുന്ദരി എൻ്റെ കുട്ടി. അവൻ പറഞ്ഞതും അവള് കാര്യം മനസ്സിലാവാതെ തല കുലുക്കി. അതുണ്ടല്ലോ കുഞ്ഞ, അഗ്നിയേട്ടൻ. ഓ, അല്ലെങ്കിൽ വേണ്ട, നിന്റെ ആരവേട്ടൻ്റെ ഏട്ടൻ ഒരു കാര്യം പറഞ്ഞാ അനുസരിക്കോ നീ? അവൻ ചോദിച്ചു. എന്താ? അവള് ചോദിച്ചു. അതോ, അതുണ്ടല്ലോ, എൻ്റെ കുഞ്ഞ് ധാവണി ഉടുക്കാനുള്ള ആളൊന്നും ആയിട്ടില്ലടാ. കാണാനൊക്കെ ഭംഗിയുണ്ട് ഇത് ചുറ്റിയിട്ട്. പക്ഷെ എൻ്റെ കുഞ്ഞൻ കുട്ടിയല്ലേ. അപ്പോ ഇപ്പൊ നിനക്ക് വേറെ വല്ല ഡ്രസ്സൊക്കെ ഇടയ്ക്ക് ഇട്ടൂടെ? ഇതൊക്കെ നിനക്ക് ഇടാനല്ലേ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ. അവൻ പുഞ്ചിരിയോടെ ഡ്രസ്സുകളിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് ചോദിച്ചു. ജ്വാല അവന് നേരെ തിരിഞ്ഞു നിന്നു. എന്താടാ? അവൻ ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടം. അവൾ അവളുടെ ധാവണി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ മുഖം മങ്ങി. ആണോ? എന്നാ ഇതന്നെ ഇട്ടോ. എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിന് സ്കേർട്ടും ടോപ്പൊക്കെ ഇഷ്ടാവുന്ന്. അതുകൊണ്ടാ ഞാനിതെല്ലാം വാങ്ങിച്ചേ. പിന്നെ നിന്നെ അങ്ങനത്തെ വേഷമൊക്കെ ഇട്ട് കാണാനും കൊതിയുണ്ടായിരുന്നു. സാരല്ല കേട്ടോ, മോള് ഇഷ്ടമുള്ളത് ഇട്ടോ. എന്നാ ഞാൻ ഓഫീസിൽ പൊക്കോട്ടെ. ഞാനിത് പറയാനാ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തട്ടി അവളിൽ നിന്നും തിരിഞ്ഞു നടക്കാനൊരുങ്ങി. പെട്ടെന്ന് ജ്വാല അവന്റെ കയ്യിൽ പിടിച്ചു. അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. തന്റെ കൈകളിൽ മുറുകിയിരിക്കുന്ന അവളുടെ കൈ കണ്ട് അവൻ വിടർന്ന കണ്ണാലെ അവളെ നോക്കി. എന്താടാ? അവൻ ചോദിച്ചു. അത് ആരവേട്ടൻ്റെ ഏട്ടൻ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ അപ്പം എന്നെ വഴക്കും അറിയില്ലേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. ജ്വാല അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. വഴക്കു പറയാനോ? എന്തിന്? അഗ്നി നെറ്റി ചുളിച്ചു. കിച്ചേട്ടന് ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ ധാവണി ഉടുക്കണതാ കിച്ചേട്ടന് ഇഷ്ടം. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാ എന്നെ വഴക്കു പറയും. പൊന്നു, സൗപർണിക്ക്, സുരഭിയച്ചൊക്കെ ഇതുപോലെ ഡ്രസ്സ് ഇടാറുണ്ട്. പക്ഷെ അവരൊന്നും കിച്ചേട്ടൻ വഴക്കു അറിയില്ല. പക്ഷെ എന്നെ വഴക്കു അറിയും. സ്നേഹം കൊണ്ടാണെന്നാ പറയാ. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് രസമല്ലാന്ന് പറയും. അവള് മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾക്ക് ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമാണെന്ന് അവളുടെ മങ്ങിയ മുഖത്തു നിന്നും അവളുടെ സംസാരത്തിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായിരുന്നു. അപ്പന്റെ കുഞ്ഞന് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടാണോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടും അതവളുടെ വായിൽ നിന്നും തന്നെ കേൾക്കാൻ വേണ്ടി അവൻ ചോദിച്ചു. ഇഷ്ടാ. പക്ഷെ കിച്ചേട്ടന് ഇഷ്ടമല്ലല്ലോ. എന്നെ വഴക്കും അറിയും. അന്ന് ആരവേട്ടൻ്റെ ഏട്ടൻ അങ്ങോട്ട് വന്ന ദിവസം പൊന്നു നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അവളുടെ ടോപ്പ് സ്കേർട്ടും ഇട്ടിരുന്നേ. പക്ഷേ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അഗ്നിക്ക് സങ്കടം തോന്നി. അവൻ പെട്ടെന്ന് അവളുടെ മുഖം അവന്റെ കൈകളിൽ കോരിയെടുത്തു. അവള് വിതുമ്പലോടെ അവനെ നോക്കി. എന്താടാ? എന്തിനാ എൻ്റെ കുഞ്ഞ് കരയുന്നേ? അന്ന് അവൻ മോളെ വഴക്കു പറഞ്ഞോ? അവൻ നേർത്ത സ്വരത്തിൽ ചോദിച്ചു. കണ്ണുകളിൽ അപ്പോഴും നിറഞ്ഞത് കിച്ചുവിനോടുള്ള ദേഷ്യമായിരുന്നു. പറഞ്ഞു. ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുത്തത് തട്ടിക്കളഞ്ഞു. ആ ഡ്രസ്സ് ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പോയി മാറ്റിയിട്ടു. എല്ലാവരുടെയും മുന്നിൽ നിന്ന് വഴക്കു പറഞ്ഞു. അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവൻ സങ്കടത്തോടെ അവളെ നോക്കി. അവന് കിച്ചുവിനോടുള്ള ദേഷ്യം ദിവസം ചെല്ലുന്തോറും കൂട്ടുന്നത് അവള് തന്നെയാണെന്ന് അറിയാതെ ജ്വാല അപ്പോഴും അവളുടെ സങ്കടങ്ങൾ പറയാണ്. സാരല്ലടാ, കുഞ്ഞു കരയല്ലേ? അവൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഇനി നമുക്ക് ധാവണി വല്ലപ്പോഴും മതി കേട്ടോ.
ഇന്ന് തൊട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മാറി നോക്കിയാലോ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾ അവനെ മനസ്സിലാവാതെ നോക്കി. ഈ കാണുന്ന ഡ്രസ്സെല്ലാം ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ ഇട്ടാ മതി ട്ടോ. അവൻ പ്രണയത്തോടെ പറഞ്ഞു. അവളുടെ മുഖം വിടർന്നു. അപ്പന്റെ വഴക്കു അറിയോ? അവള് ചോദിച്ചു. ആര്? ഞാനോ? ഉം അവൾ മൂളി. എന്തിന്? നിനക്കിഷ്ടമുള്ള ഡ്രസ്സാ നീ ഇടണ്ടേ, അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒന്നും ആർക്കും വേണ്ടി മാറ്റി വെക്കരുത് കുഞ്ഞ. മനസ്സിലായോ? അവൻ ചോദിച്ചു. ഉം അവൾ സന്തോഷത്തോടെ തലകുലുക്കി. അവൻ ചിരിയോടെ അവളുടെ കവിളിൽ അമർത്തിമുത്തി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഈ അത് പിന്നെ നിന്റെ ചിരി കണ്ട സന്തോഷം കൊണ്ടാ, അവൻ പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞില്ല. അപ്പന്റെ കുഞ്ഞൻ ഇതിൽ ഏത് ഡ്രസ്സാ ഇഷ്ടായെന്ന് വെച്ചാ അതെടുത്തിട്ടോട്ടോ. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയല്ലടാ. ഇപ്പൊ തന്നെ ഓഫീസിൽ പോവാൻ ലേറ്റായി. മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ചെല്ലുട്ടോ. നിന്റെ അരവേട്ടൻ്റെ ഏട്ടൻ ഓഫീസിലോട്ട് പോവാണേ, അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. അവൾ തലകുലുക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിന്ന് ജ്വാല പതിയെ വാർഡ്രോബിലിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെ കണ്ണുകൾ വിടർത്തി തലോടി. നിറഞ്ഞ സന്തോഷം, സന്തോഷം മാത്രം. അഗ്നി പോയ ശേഷം ജ്വാല അതിൽ നിന്നും ഓരോ ടോപ്പ് സ്കേർട്ടും എടുത്തു നോക്കി. മിക്ക സ്കേർട്ടും അവൾക്ക് മുട്ടുവരെ മാത്രമേ ലെങ്ത്തുള്ളൂ. അവൾക്ക് അതെല്ലാം ഒരുപാട് ഇഷ്ടമായെങ്കിലും മംഗലത്ത് നിന്ന് അവൾ ഇട്ടു നോക്കിയ പൊന്നൂന്റെ സ്കേർട്ടെല്ലാം ഫുൾ ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്തോ ചമ്മല് തോന്നി ഇത് ധരിക്കാൻ. ഡ്രസ്സെല്ലാം നന്നായിട്ടുണ്ടെങ്കിലും ഉള്ളിൽ കിച്ചുവിന് ആ ഡ്രസ്സ് ഇഷ്ടമല്ല എന്ന് ഓർക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെയും ആർക്കെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അമ്മയച്ഛ അരവേട്ടനും പാവാ, ഒന്നും പറയില്ലായിരിക്കും. പക്ഷേ ഇത്ര ഇറക്കം കുറഞ്ഞത് ഇടുന്ന മോശമല്ലേ? ചിന്തയോടെ അവൾ ആ വസ്ത്രങ്ങളെല്ലാം എടുത്തതുപോലെ തന്നെ മടക്കി എടുത്തു വെച്ചുകൊണ്ട് താഴേക്ക് നടന്നു. തുടരും.